വീഡിയോ കോൾ മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര എടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല പിന്നെ നമുക്കങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ചെയ്താൽ പോരെ. അല്ലാണ്ട് എങ്ങനെ അളിനൊന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ചെയ്താൽ പോരെ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അലിഞ്ചോസ് പുള്ളി പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം? എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ ഇവര് പോയത് ഇവളെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആള് പൊന്നെ ഉദാഹരണല്ലേ പറയണേ. ചേട്ടൻ വിശ്വസിക്കാം ചിലപ്പോ. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ കുറെ ചാനലിൽ പറഞ്ഞല്ലോ വെളുത്ത പെൺകുട്ടികൾ മതി എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു ആൾ ഇങ്ങനത്തെ ഒരു പ്രവണത ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. മറ്റേ നടിയാക്രമിച്ച കേസുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമംഗലവും ഒക്കെ ഉണ്ട്. അമ്മയില് വരെ മറ്റേ നമ്മുടെ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി വിഷയത്തിൽ വരെ എന്നെ കൊടുക്കാനായിട്ട് കമന്റ് ബോക്സിലെ ജനങ്ങൾ ശ്രമിച്ചു. പക്ഷെ നമ്മൾ അമ്മയിലും അസോസിയേഷനും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ടില്ലാത്തതുകൊണ്ടും ഭാഗ്യം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭാഗ്യത്തിൽ കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഭ്രാന്തോ എപ്പോ 87 അത് ചൊമ്പൂടി വെച്ച മാറി. സമയത്ത് പോലും ദിലീപേട്ടന്റെ രൂപം വെച്ചിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് എന്റെ രൂപം വെച്ച് അപ്പൊ അത് കേസ് പറഞ്ഞത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആളുകൾക്ക് നമ്മളെ ഉന്മൂലനം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ?